അങ്ങനെ സുനന്ദ അവളുടെ അമ്മോട് പറയുന്നുണ്ട്, ഞാൻ സുഭാഷ് ഏട്ടനെ ഫോൺ വിളിച്ചാൽ പോലും സുഭാഷ് ഏട്ടൻ എടുക്കാറില്ല, അതറിയോ അമ്മയ്ക്ക്, അത്രമാത്രം നല്ലതാണ് സുഭാഷ് ഏട്ടൻ, എന്നിട്ടാണ് നിങ്ങൾ സുഭാഷ് ഏട്ടനെ കുറ്റം പറയണമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് സുനന്ദ അമ്മ പറയുന്നുണ്ട്, നീ എന്തിനാടി അവനെ വിളിക്കാൻ പോകുന്നത്, നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ല, പിന്നെ നീ എന്തിനാ അവനെ വിളിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്ന സമയത്താണ് നമ്മുടെ സുനന്ദയുടെ ഭർത്താവ് കയറി വരുന്നത്. അതുകൊണ്ടുകൂടി ആ സംസാരം അവിടെ നിർത്തുന്നുണ്ട്. നമ്മുടെ സുനന്ദയോട് സുനന്ദരമ്മ സ്നേഹമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് അപ്പുറത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ നിധിയോട് പറയുന്നുണ്ട്, ഇനി മോളെ നീ ശ്രദ്ധിച്ച് വേണം പോകണം, നീ ഇനി ഒറ്റയ്ക്ക് പോകണ്ട, നിന്നെ ആരെങ്കിലും കൊണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ നിധിയെ പേടിപ്പെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ നിധിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനല്ലേ ആഗ്രഹം, അവൾക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തേക്കും പോകാനല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഇനി സുഭാഷ് ഏട്ടൻ തടയേണ്ട, അങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക്, ഇനി അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അവർക്ക് ആ അടി പേടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട്, സുധീഷ് ഇത്രത്തോളം മാറിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് എല്ലാവരും രാത്രി കടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് സുധീഷിനോട് പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ ആൾ എത്ര നല്ലതായി, എനിക്ക് ഒരു പ്രശ്നം വരുമ്പോഴേക്കും അവൾ ഇവിടെ എത്തിയിട്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ലേ, കണ്ടോ അതാണ് എന്നോടുള്ള സ്നേഹം, ഞാൻ ഇത്ര കാലം അവളെ സ്നേഹം മനസ്സിലാക്കിയിരുന്നില്ല, ഇപ്പം എനിക്ക് അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പാവം അവളോട് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഫോൺ എന്നാൽ നീ ഒന്ന് വിളിച്ച് നോക്ക് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ്, അതിന് അവളുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്കൊന്ന് പോയി നോക്കിയാൽ നീ എൻ്റെ ഒപ്പം പോരുമെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷിനോട്. സുധീഷ് പറഞ്ഞിട്ട് വായോന്നാ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ രണ്ടാളും കൂടി എണീക്കുന്ന സമയത്താണ് നമ്മുടെ നീതു വിളിക്കുന്നുണ്ട്. നീതു വിളിച്ചിട്ട് പറയുന്നത്, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ഹരീഷോട് സുഖമായിട്ട് ഉറങ്ങാൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഇത് തിരിച്ച് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറഞ്ഞിട്ട്, കണ്ടോ എന്നോടുള്ള സ്നേഹം, ഞാൻ അവളെ ഓർത്തിട്ട് ഉറങ്ങില്ല വിചാരിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങണ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഇപ്പം നീ എൻ്റെ അടുത്ത് നിന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനിയും കുറച്ച് പഠിക്കാനുണ്ട്, അതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ പഠിച്ച് തരാം, അപ്പം നീ കുറച്ചും കൂടി നന്നായിക്കോളൂ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറഞ്ഞു, സ്വന്തം കാര്യം തന്നെ പ്രേമം തന്നെ നേടിയെടുക്കാൻ വയ്യ, എന്നിട്ടാണ് നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നികേഷും സുഭാഷ് ഏട്ടനും കൂടി വന്ന് കിടക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ നിധിയെക്കുറിച്ച് വേണ്ടാതൊക്കെ പറഞ്ഞില്ലേ, 5 ആണുങ്ങളുടെ ഒപ്പം കഴിയുകയാണെന്നൊക്കെ, അതന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം എണീറ്റിട്ട് എല്ലാവരും ഉറങ്ങി വിചാരിച്ചിട്ട് ഹരീഷിനെയും നികേഷിനെയും വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട്, എടാ നമ്മളെല്ലാവരും ഇവിടുന്ന് മാറിക്കൊടുക്കുക, നമുക്ക് സുധീഷിനെയും നിധിനെയും മാത്രം ഇവിടെ ആക്കിയിട്ട് നമ്മളെല്ലാവരും ഇവിടുന്ന് മാറിയിട്ട് വേറെ വീട്ടിലേക്ക് പോകുക, അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിധിനെ ഇനി വേറെയുള്ള ആൾക്കാരൊക്കെ വേണ്ടാത്ത പറയും, നമുക്ക് മാറിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷിൻ്റെ മുഖം വാടുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ നമ്മൾ ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകണം, അടുത്തേക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷും വേഗം എണീറ്റിട്ട്, ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നീക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.